എന്നാൽ ഇപ്പോൾ നോക്കൂ, നമുക്ക് കൂടുതലായിട്ടും ട്രാഫിക് ഉണ്ടായി, കൂടുതലായിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ടായിട്ടുണ്ട്. സോ ഇത്രയേറെ ആക്ടിവിറ്റീസ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെ അത്ര വലിയ ആക്ടിവിറ്റീസ് ഒന്നും ബാക്ക്ഗ്രൗണ്ടിൽ നടന്നിരുന്നില്ല. ഹേ എവരിവൺ, ഞാൻ മനു. ഞാൻ ഒരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. പ്രീവിയസ്ലി നമ്മൾ OWASP ആപ്പ് എന്ന സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഓട്ടോമേറ്റഡ് സ്കാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിരുന്നു. ഇതിലൂടെ നമ്മൾ എങ്ങനെ ഒരു വെബ്സൈറ്റ് സ്കാൻ ചെയ്ത് അതിലെ വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്യാം, അതിലെ എൻഡ് പോയിൻറ്റ്സ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം, ഈ വൾനറബിലിറ്റി എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാനുവൽ സ്കാനിങ് ആണ്. ആദ്യമേ എന്താണ് മാനുവൽ സ്കാനിങ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ നമ്മളിപ്പോൾ പ്രീവിയസ് സെഷനിൽ നമ്മൾ ഓട്ടോമാറ്റിക് സ്കാൻ ചെയ്തപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിൻ്റെ പാത്ത് അല്ലെങ്കിൽ URL കൊടുത്തിട്ട് അതിനെ സ്കാൻ ചെയ്യാൻ വിടുകയായിരുന്നു. അത് നമ്മൾ നോർമലി നമ്മളുടെ ആൻറ്റിവൈറസ് ഉപയോഗിച്ച് നമ്മളുടെ മെഷീൻ സ്കാൻ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. എന്നാൽ ഇവിടെ ചെറിയൊരു പോരായ്മയുണ്ട്. നിങ്ങളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ലോഗിൻ പേജ്. ഇതിലൊരു യൂസറുണ്ട്. യൂസറിൻ്റെ പേരാണ് അഡ്മിൻ. സോ അഡ്മിൻ ആ ഒരു ലോഗിൻ പേജിലേക്ക് ക്രെഡൻഷ്യൽസ് പാസ് ചെയ്താൽ മാത്രമേ അടുത്ത പേജിലേക്ക് അവർക്ക് പാസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് സ്കാൻ അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എൻ്റയർ വെബ്സൈറ്റ് സ്കാൻ ചെയ്താലും അഡ്മിൻ്റെ ഫങ്ഷനാലിറ്റിയിലേക്ക് സ്കാൻ ചെയ്ത് പോകണമെങ്കിൽ അവർ ക്രെഡൻഷ്യലിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അഡ്മിന് ആക്സസ് ചെയ്യാൻ പാകത്തിന് മാത്രം വരുന്ന ചില ഫങ്ഷനാലിറ്റീസ് ഉണ്ട്. അതായത് ഒരു യൂസർ ക്രിയേഷൻ, യൂസറിൻ്റെ മോഡിഫിക്കേഷൻ, അല്ലെങ്കിൽ യൂസർ ഡിലീഷൻ തുടങ്ങിയ പല കാര്യങ്ങളുമുണ്ട്. ഇതിലേക്കൊന്നും ഒരു ഓട്ടോമാറ്റിക് സ്കാനിന് ഡയറക്റ്റ്ലി ഒരു ആക്സസ് കിട്ടുകയില്ല. അതിനെല്ലാം എന്ത് വേണം? ഒരു ഓതൻറ്റിക്കേഷൻ വേണം. ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക് സ്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പല ഫങ്ഷനാലിറ്റീസ് നമുക്ക് സ്കാൻ ചെയ്യുവാനോ അതിലെ വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്യാനോ കഴിയുകയില്ല. അതിനായി നമുക്ക് വേണ്ടത് എന്താണ്? മാനുവൽ സ്കാൻ. അതായത് ഒരു ലോഗിൻ പേജിലേക്ക് വരികയാണെങ്കിൽ ആ ലോഗിൻ പേജിൽ ഒരു ക്രെഡൻഷ്യൽ കൊടുത്തതിന് ശേഷം പിന്നീട് വരുന്ന കണ്ടൻസ് എല്ലാം നമുക്ക് ഹ്യൂമൻ ബീയിങ് ഡയറക്റ്റ്ലി ഇരുന്ന് ക്ലിക്ക് ചെയ്ത് ആ ട്രാഫിക് ക്യാപ്ചർ ചെയ്ത് നമ്മളുടെ OWASP ആപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് എത്തുവാൻ പറ്റും. ഇതിനെയാണ് മാനുവൽ സ്കാനിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു അപ്രോച്ച് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കാരണം എന്താണ്? നമ്മൾ ഈ പറയുന്ന ഓട്ടോമാറ്റിക് സ്കാനിന് നമ്മളുടെ ചില റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്കുള്ള ആക്സസ് ഇല്ല. അതുതന്നെയാണ് മെയിൻ കാരണം. സോ നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിക്കാൻ പോകുന്നത് ഈ മാനുവൽ സ്കാൻ ഉപയോഗിച്ച് എങ്ങനെ നിങ്ങൾക്ക് ഒരു ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. ഈ ഒരു ഡേറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡേറ്റ ആവാം, അല്ലെങ്കിൽ ഇൻ ട്രാഫിക് ആവാം, തുടങ്ങി എന്ത് വേണമെങ്കിലും ആവാം. സോ ഈ ട്രാഫിക്കും അതുപോലെ എൻഡ് പോയിൻറ്റ്സും എല്ലാം നമ്മളുടെ OWASP ആപ്പിലേക്ക് മുമ്പ് വന്നതുപോലെ തന്നെ വന്നുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രാക്ടിക്കലിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് നേരെ പ്രാക്ടിക്കലോട്ട് പോയി നോക്കാം. നമ്മുടെ DBW ആപ്ലിക്കേഷൻ ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. ലോക്കൽ ഹോസ്റ്റ് IP-യിലാണ് ഇത് റൺ ചെയ്തിരിക്കുന്നത്. സോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ ഒരു URL കോപ്പി ചെയ്തെടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ക്വിക്ക് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാനുവൽ എക്സ്പ്ലോററിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട URL ഞാൻ പേസ്റ്റ് ചെയ്യുകയാണ്. സോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഫയർഫോക്സ് ആണ് ആകപ്പാടെ ഈ ഒരു മെഷീനിലുള്ളത്. ഫയർഫോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ലോഞ്ച് ബ്രൗസർ കൊടുക്കുകയാണ്. സോ ഇപ്പോൾ നമുക്ക് കാണാം ഒരു ബ്രൗസർ അവിടെ ലോഞ്ചായി വന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു അതെല്ലാം ഈ ഒരു സൈഡ് മാപ്പിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. സോ പ്രീവിയസ്ലി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഓട്ടോമാറ്റിക് സ്കാനിൽ നമ്മൾ ട്രാഫിക് എല്ലാം നേരെ സൈഡ് മാപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അതേപോലെ ഇവിടുത്തെ അലേർട്സിലൊക്കെ പോയി സ്കാനിങ് നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരെ ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ട്രാഫിക് എല്ലാം ഇവിടെ സൈഡ് മാപ്പിലും അതേപോലെ തന്നെയുള്ള അലേർട്സിലും എല്ലാം ഹിസ്റ്ററിയിലും എല്ലാം വരുന്നത് കാണാൻ പറ്റും. സോ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് അഡ്മിൻ ആൻഡ് പാസ്വേഡ് കൊടുക്കാൻ പോവുകയാണ്. സോ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ലോഗിൻ പേജിൽ അപ്പുറത്തേക്ക് സ്കാൻ ചെയ്യാനായിട്ട് നമ്മുടെ ഓട്ടോമാറ്റിക് സ്കാന് കഴിയുകയില്ല. അതിന് മെയിൻ കാരണം എന്താണ്? ഇവിടെ ഒരു ക്രെഡൻഷ്യലിൻ്റെ ആവശ്യമുണ്ട്. സോ ഈ ഒരു ക്രെഡൻഷ്യൽ കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ ഓട്ടോമാറ്റിക് സ്കാനിന് ഈ ഒരു വിൻഡോയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയുകയുള്ളൂ. സോ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മാനുവൽ സ്കാൻ ഉപയോഗിക്കുന്നത്. ഓട്ടോമാറ്റിക് സ്കാനിന് എല്ലാ URLസും അല്ല എല്ലാ പാത്തിലും പോയി സ്കാൻ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. സോ അവിടെയാണ് നമ്മളുടെ മാനുവൽ സ്കാനിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത്. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില URLസോ പാത്തോ ഒക്കെ നമുക്ക് മാനുവലി സ്കാൻ ചെയ്ത് എടുക്കുവാനായിട്ട് ഈ മാനുവൽ സ്കാൻ കൊണ്ട് പറ്റുന്നതാണ്. സോ ഇവിടെ ഞാനിപ്പോൾ ഹോം വിൻഡോയിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇനി ഇൻസ്ട്രക്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്, സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്യുകയാണ്, ബ്രൂട്ട് ഫോഴ്സ് കമാൻഡ്.
CSRF, ഫയൽ ഇൻക്ലൂഷൻ, ഫയൽ അപ്ലോഡ്, ഇൻസെക്യൂർ ക്യാപ്ച, SQL ഇൻജക്ഷൻ തുടങ്ങിയ എല്ലാത്തിലും ക്ലിക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം കൃത്യമായിട്ട് ഇവിടെ റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിൻ്റെ ട്രാഫിക് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നോക്കൂ, ലാസ്റ്റ് ടൈം നമുക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ട്രാഫിക് നമുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. നോക്കൂ, എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസിൻ്റെയും ട്രാഫിക് ഇവിടെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാ പാത്തും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹിസ്റ്ററി കാണാൻ പറ്റും. നമ്മൾ ക്ലിക്ക് ചെയ്ത എല്ലാ വിൻഡോസിനെ കുറിച്ചുള്ള ഹിസ്റ്ററിയും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതേപോലെ നമുക്ക് അലേർട്സ് നോക്കുകയാണെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ലാസ്റ്റ് ടൈം നമുക്ക് വളരെ കുറച്ച് ഇൻഫർമേഷൻ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. നമുക്കിനിയും ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഓപ്ഷൻ ഇതാണ്. ഇവിടെ ചെന്നിട്ട് നമുക്ക് അറ്റാക്ക് വിൻഡോയിൽ പോയിട്ട് ആക്റ്റീവ് സ്കാൻ കൊടുക്കാം. അപ്പോൾ ആക്റ്റീവ് സ്കാൻ സ്റ്റാർട്ടായിട്ട് കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഡിഫോൾട്ട് പോളിസി തന്നെ യൂസ് ചെയ്യാം. നോക്കൂ, ഇവിടെ ആക്റ്റീവ് സ്കാൻ വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മൾ CPU യൂട്ടിലൈസേഷനും വളരെയേറെ കൂടിയിട്ടുണ്ട്. സോ ഇത്രയേറെ ആക്ടിവിറ്റീസ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെ അത്ര വലിയ ആക്ടിവിറ്റീസ് ഒന്നും ബാക്ക്ഗ്രൗണ്ടിൽ നടന്നിരുന്നില്ല. അതിന് കാരണം നമുക്ക് കിട്ടിയ നമ്പർ ഓഫ് എൻഡ് പോയിൻറ്റ്സ് വളരെ കുറവായിരുന്നു. ഞാനിപ്പോൾ ഈ ഒരു സ്കാനിങ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഓപ്ഷൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്പൈഡേഴ്സും ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ സ്പൈഡർ ട്രൈ നോക്കിയപ്പോൾ ഹിഡൻ ആയിട്ടുള്ള പല എൻഡ് പോയിൻറ്റ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. DBWA ഡോക്ക്, ഗ്രാഫിക്സ്, അങ്ങനെ പലതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇമേജിനൊക്കെ ഒരു പാത്ത് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് പലതരത്തിലുള്ള എൻഡ് പോയിൻറ്റ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന മാനുവൽ എക്സ്പ്ലോററിൻ്റെ അഡ്വാൻറ്റേജസ്. സോ നമുക്കിപ്പോൾ ഇന്നലെ നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് എൻഡ് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് കിട്ടിയ എൻഡ് പോയിൻറ്റ്സിൻ്റെ എണ്ണം വളരെ ലിമിറ്റഡ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കൂ, നമുക്ക് കൂടുതലായിട്ടും ട്രാഫിക് ഉണ്ടായി, കൂടുതലായിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ടായിട്ടുണ്ട്. സോ ഇവിടെയാണ് മാനുവൽ സ്കാനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. നമ്മൾ ഈ വിൻഡോയിൽ എന്ത് ചെയ്താലും അതെല്ലാം ഇവിടെ ക്യാപ്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ലാസ്റ്റ് ഇത് ലോഗൗട്ട് വിൻഡോ വരെ നമുക്കിവിടെ കൃത്യമായി ക്യാപ്ചർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? മാനുവൽ സ്കാൻ. ഇത് മുമ്പായിട്ട് നമ്മൾ ചെയ്തത് ഓട്ടോമാറ്റിക് സ്കാൻ. എന്നാൽ ഈ രണ്ട് സ്കാനുകൾ മാത്രമല്ല സെക്യൂരിറ്റി ടെസ്റ്റിംഗ് വേണ്ടത്. ഇത് വളരെ സർഫേസ് ലെവലായിട്ടുള്ള ചില ടെസ്റ്റിംഗ് രീതികൾ മാത്രമാണ്. എന്നാൽ ഇതുകൊണ്ട് നമുക്ക് എപ്പോഴും വൾനറബിലിറ്റീസ് ഫൈൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു ടെക്നിക്കൽ നോളജാണ്, അല്ലെങ്കിൽ ഒരു വൾനറബിലിറ്റി അസസ്മെൻറ്റ് നോളജാണ്. നമ്മളിപ്പോൾ ചെയ്തത് ഈ ഒരു ടൂളിനെ ഫെമിലറൈസ് ചെയ്യുക മാത്രമാണ്. എന്നാൽ ഇതുകൊണ്ട് മാത്രം നമുക്കൊരു വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ ഒരു ടൂൾ എപ്പോഴും നമുക്ക് തരുന്ന ഇൻഫർമേഷൻ അത് 100% സക്സസ് ആവണമെന്നില്ല, അല്ലെങ്കിൽ അത് വൾനറബിലിറ്റി അവിടെ ഉണ്ടാവണമെന്നില്ല. സോ അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഒരു വൾനറബിലിറ്റി അസസ്മെൻറ്റിന് വേണ്ടി ഒരു ടെക്നിക്കൽ നോളജാണ്. ഇനിയുള്ള സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ടൂൾ ഉപയോഗിച്ച് മാനുവലി എങ്ങനെ ഓരോ വൾനറബിലിറ്റിയും ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അടുത്ത സെഷനിൽ നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.